ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധ. പിന്നെ ഞാൻ ജസ്റ്റ് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം പാട്ടില്ല, അടുത്ത പ്രാവശ്യം പാട്ട് നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ പേര് സുധ എന്നാണ്. ഞാൻ പിന്നെ പഠിച്ചത് 10th വരയ്ക്കും പഠിച്ചത് കോട്ടായിൽ കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് 10th വരയ്ക്കും പഠിച്ചത് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ഗവൺമെൻറ് കോളേജ് ചിറ്റൂരിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. ആ സമയത്ത് ഞങ്ങൾ കുറേ ദൂരമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ചെറിയമ്മയുടെ വീട് അവിടെയുണ്ട് ചിറ്റൂരിൽ. പേര് കറുകമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളിലൊക്കെ ഞാൻ ആ ചെറിയമ്മയുടെ വീട്ടിൽ നിന്നാണ് കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ ആയപ്പോൾ കുറേ പിള്ളേർ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ട് ബസ്സിൽ. അപ്പോൾ അവരുടെ കൂടെ അന്ന് ബസ്സിനൊക്കെ ഭയങ്കര തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ, 40 പൈസയെ പറ്റിയുള്ളൂ ഒരു ബസ്സിന് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് പിന്നെ ദിവസം വരും പോക്കായിരുന്നു. അപ്പോൾ കോളേജ് ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ചിറ്റൂരിൽ അമ്പാട്ടുപാളയത്തിന് തൊട്ടടുത്തൊരു മിനർവ കോളേജ് പറഞ്ഞിട്ട് ഒരു ഓലപ്പരിയിലൊരു വലിയൊരു കോളേജ് ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ നല്ല ഓലപ്പരിയാണെങ്കിൽ നല്ലൊരു വീട് മാതിരി ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ പഠിച്ചത് ട്യൂഷനും പോയിട്ട് ഞാൻ കോളേജിലും പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ ചിറ്റൂരിൽ ഈ JTS സ്കൂളുണ്ടല്ലോ, ടെക്നിക്കൽ, അതിൻ്റെ അടുത്ത് ബൃന്ദ എന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങളുടെ ക്ലോസ് ആയിരുന്നു. ഇപ്പോഴൊക്കെ അവരെവിടെയാണ് അപ്പോൾ ഞാൻ സെൽഫോൺ ഒന്നും ഇല്ലല്ലോ, കോൺടാക്ട് ചെയ്യാൻ ഇപ്പോൾ ഉള്ള ടെക്നിക്സ് ഏതും ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഫോണൊന്നുമില്ല. അപ്പോൾ ലാൻഡ് ഫോണേ ഉണ്ടായിരുന്നില്ല, എവിടെയെങ്കിലും റെയറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫോൺ നമ്പർ അങ്ങനെ ഒന്ന് വാങ്ങിക്കാനും ഇപ്പോൾ അതൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടെ JTSലെ ബൃന്ദ, ഞങ്ങൾ അവിടെ ഏട്ടൻ്റെ മാരേജിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മാരേജ്ക്ക് അവൾ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് അണിക്കോട് മുക്കിൻ്റെ അവിടെ 2 പിള്ളേരുണ്ട്, സരസ്വതി, 2 പേര് സരസ്വതി. ഒരാൾ മൂക്കുത്തിയിട്ടുണ്ടാവും, അവർ ഗോൾഡ് സ്മിത്താണ്. ഇന്നൊരു കുട്ടി ചുരുട്ടമുടിയായിട്ടൊരു സരസ്വതി. അപ്പം ഞങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. പിന്നെ കോട്ടായിൽ എനിക്കൊരു വിജയകുമാരി പറഞ്ഞൊരു കുട്ടി ഫ്രണ്ട്സ്. ഇപ്പോഴൊന്നും അല്ല, ഒരു കോൺടാക്റ്റും ഇല്ല, അപ്പോൾ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ മിനർവ കോളേജിൽ പഠിക്കാൻ വന്ന ഒരു 3 പിള്ളേരുണ്ട്. അവരുടെ പേര്, അവർ 3 പയ്യന്മാരും ക്ലോസ് ഫ്രണ്ട്സാണ്. ശശികുമാർ, ചന്ദ്രൻ, കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളപ്പോൾ പണ്ട് ആൺകുട്ടികളൊന്നും സംസാരിക്കില്ലല്ലോ, അങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ അതെന്തോ വലിയ തെറ്റാണെന്നാണ് വിചാരം. ആൺകുട്ടികളോട് സംസാരിച്ചെന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത മാതിരിയാണെന്നാണ് വിചാരം. ഇപ്പോഴൊക്കെ സഹജമായല്ലോ, ആർക്ക് എവിടെ വേണമെങ്കിൽ സംസാരിക്കാമല്ലോ. അപ്പോൾ ആ ചന്ദ്രൻ, കൃഷ്ണൻകുട്ടി, ശശികുമാർ, ഇവർ 3 പേരും ഫ്രണ്ട്സ്. അവർ കുറച്ചെങ്കിലും വന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ കോവൈ മെഡിക്കൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോഴും ഞാൻ കോയമ്പത്തൂരെ വർക്ക് ചെയ്യുന്നുട്ടോ, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ കോവൈ മെഡിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ശശികുമാർ വന്നിട്ട് ഇവിടെ അച്ഛനെന്തോ അസുഖം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. പിന്നെ അപ്പോൾ ഞങ്ങൾ ചന്ദ്രൻ്റെ കാര്യവും കൃഷ്ണൻകുട്ടി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴും നമ്പർ വാങ്ങിയില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സെൽഫോണൊന്നും ഇല്ല, അപ്പോഴും സെൽഫോൺ ആയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണല്ലോ കൂടുതൽ പ്രബലമായിട്ടുള്ളത് സെൽഫോണൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കും, ആ പഴയ പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. ചന്ദ്രനൊക്കെ നന്നായി ക്ലോസ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. പിന്നെ ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ, സോറി, കട്ടാക്കിയിടാം. ശരി. ആ സമയത്തൊക്കെ ചന്ദ്രൻ, കൃഷ്ണൻകുട്ടി, ശശികുമാർ അവർ മാത്രം കുറച്ച് നന്നായി സംസാരിക്കുമായിരുന്നു ഞങ്ങളോട്. പിന്നെ പക്ഷേ ഫ്രണ്ട്ഷിപ്പൊന്നും അങ്ങനെ ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റിയില്ല. ഫോൺ നമ്പർ ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. കോവൈ മെഡിക്കൽ വന്നിരുന്നു ശശികുമാരുടെ അച്ഛന് അസുഖമായിട്ട്. അപ്പോഴും ഫോൺ നമ്പറൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യണത്. എനിക്ക് പഴയ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഇപ്പോഴും. അത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ, വീട്ടിൽ കുറച്ച് ദൂരമുള്ള ആൾക്കാരാണ്. ഒരു നിമിഷം കേട്ടോ, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയാം. അവർ കുറേ നേരം അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ. சொல்லுங்க. ஆமாங்க. இருக்காங்க. இப்போ இல்லைங்களே, அவங்க இன்றைக்கி சண்டே தானே, மத்தியானத்துக்கு மேலே வருவாங்களா என்னன்னு தெரியல. இன்றைக்கி கேஸ் இருக்குது, மத்தியானத்துக்கு மேலே வருவாங்கன்னு நினைக்கிறேன், எனக்கு தெரியல. நீங்கள் யாருங்க? சரிங்க. பேர் என்னங்க? சரிங்க. சரி, நீங்கள் அப்பாயின்மெண்ட்டுக்குன்னு இன்றைக்கி சண்டே தானே, நீங்கள் நாளைக்கு கூப்பிடுறீங்களா?
இன்னைக்கு லீவு தானே? சரி, நீங்கள் வந்து டியூஸ்டே வர முடியுமா? நீங்கள் எதுக்கு நாளைக்கு காலையில் கூப்பிடுங்க. இன்றைக்கி எல்லாம் சண்டே லீவு தான் எங்களுக்கு. சரிங்களா? நீங்கள் ஃபஸ்ட் டைம் பார்க்குறீங்களா? ஃபஸ்ட் டைம் சரி, நீங்கள் எதுக்கு நாளைக்கு காலையில் கூப்பிடுங்க. சரிங்களா? ഓക്കെ താങ്ക് യു. ഞാൻ ജോലി ചെയ്യുന്ന അവിടെ ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ചോദിക്കാൻ വേണ്ടി ഫോൺ ചെയ്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. 10th പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഞങ്ങൾ ഡാൻസിലൊക്കെ സിംഗിൾ ഡാൻസിലൊക്കെ ഫേമസ് ആയിരുന്നു അന്ന്. ഞാൻ സിംഗിൾ ഡാൻസിൽ ഒരു പാട്ടുണ്ട് കേട്ടോ. ആ ഡാൻസ് കളിച്ചാൽ എവിടെ പോയാലും പിന്നെ ഫസ്റ്റ് പ്രൈസേ കിട്ടുള്ളൂ. പിന്നെ ഒരു എല്ലാ സ്കൂൾ കൂടെ വന്നിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിംഗിൾ ഡാൻസിന് സെക്കൻഡ് കിട്ടി കേട്ടോ. അപ്പോൾ അത്രയും ഒരു നല്ല ഡാൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഗ്രൂപ്പ് മ്യൂസിക്കിന് ഒപ്പനയ്ക്ക് എല്ലാം ചേരുമായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി ഗവൺമെൻറ് കോളേജിലൊന്നും പോകുമ്പോഴൊന്നും അവിടെ അത്രയും പിള്ളേരല്ലേ, നമ്മളത്ര ഒന്നിനും പോവില്ല കേട്ടോ. അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്, സൈലൻ്റാണ്. അപ്പോൾ അങ്ങനെ സ്കൂൾ ജീവിതം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾക്കുള്ള സൗകര്യം അന്ന് ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പഠിപ്പിച്ചു കേട്ടോ. ബസ് ചാർജൊക്കെ തന്നിട്ട് കോളേജിൽ ഫീസൊക്കെ അടിച്ചൊക്കെ പഠിപ്പിച്ചു. പക്ഷെ നമ്മൾക്കിപ്പോൾ ജോലിയായപ്പോൾ നമ്മൾ നല്ല തെറ്റില്ലാത്തൊരു രീതിയിലുള്ള ഇതുണ്ട്. അപ്പോൾ എന്നാലും നമ്മളെ പണ്ട് കാലത്ത് പഠിപ്പിച്ച അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു നന്ദി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് എവിടെയാണെന്നുള്ളത്, അവരുടെ വീട് കൃഷ്ണൻകുട്ടി, ശശികുമാർ, ചന്ദ്ര, അവരുടെ വീട് അത്തിക്കോട് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അത്തിക്കോടാണ്. എപ്പോഴും ഞങ്ങളുടെ കോളേജ് വിട്ടിട്ട് കറുകമണീൻ്റെ അടിയിൽ ഒരു വഴിയുണ്ട്. അങ്ങനെ പോയിട്ട് അവിടെ ഒരു തോടൊക്കെ ഉണ്ട്. ആ വഴി അവർ പോണത് അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്തിക്കോട് തന്നെ അവരുടെ വീട്. അപ്പോൾ ബൃന്ദന് ഒരു കോണ്ടാക്റ്റില്ല. അവിടെ എല്ലാവരും മാരേജൊക്കെ കഴിഞ്ഞു. പിന്നെ അണിക്കോടിൻ്റെ ദേവദാസ് പറഞ്ഞൊരു കുട്ടി, അവൻ പോലീസാണെന്നാണ് പറയുന്നത് കേട്ടത്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പിള്ളേരും ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ജോലി ഇപ്പോൾ ഒക്കെ ഏജൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ മെയിൽ അയക്കാട്ടുള്ളൂ. എൻ്റെ പേര് സുധ എന്നാണ്. സുധ കോട്ടായി ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. വീട് പുളിനെല്ലി എന്നാണ് കേട്ടോ പേര്. ഒരു ചെറിയ ഗ്രാമം പുളിയങ്കാട് എന്നാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് കാമ്പി എന്നാണ്. അമ്മ ലക്ഷ്മി, 2 പേർ മരിച്ചു. ഞങ്ങൾ 4 പെൺപിള്ളേരാണ്. 4 പേര് മാരേജായി. 3 പേര് ഹോസ്പിറ്റൽ ലൈനുണ്ട്. ഒരാൾ ഹൗസ് വൈഫാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കോളേജ് ജീവിതം സ്കൂൾ ലൈഫൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഈ വീഡിയോയിൽ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ ആരെങ്കിലും അപ്പം ചിലപ്പോൾ അടയാളമൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. ഈ മെയിൽ അയച്ചാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ് സരസ്വതി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ 2 പേരും എവിടെയാണെന്ന് അറിയില്ല. പിന്നെ അണിക്കോട് മുക്കിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത സരസ്വതി. അവൾ മൂക്ക് കുത്തിയിട്ടുണ്ടാവും. എനിക്ക് ഗോൾഡ് സ്മിത്താണ് അവൾ. എനിക്കൊന്ന് കാണുന്നൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, ഞാൻ ആ വഴിക്കൊക്കെ പോകാറുണ്ട് കാറിൽ. പക്ഷേ എൻ്റെ അനിയത്തിയുടെ വീട് ഇവിടെ നാട്ടുകല്ലാണ്, ചിറ്റൂർ നാട്ടുകല്ലാണ്. അപ്പോൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ ഞാൻ തേടാറുണ്ട്. പക്ഷേ നമ്മളെ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ. പിന്നെ ഈ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സരസ്വതി, ബൃന്ദ, ചന്ദ്രൻ, കൃഷ്ണൻകുട്ടി, ശശി, ഇവരാരെങ്കിലും എന്നെ ഓർമ്മയുണ്ടെങ്കിൽ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം കാണണമെങ്കിൽ 656 സുധ എന്ന് ഓപ്പൺ ചെയ്താൽ സെർച്ചിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് 656 സുധ എന്ന് അടിച്ചാൽ വരും കേട്ടോ. പിന്നെ യൂട്യൂബിൽ കാണുന്നത് വെച്ചാൽ സുധ PK UN സ്റ്റാർട്ടാകും. UN5 അങ്ങനെ വരും. UN5C അങ്ങനെ വരും. അതിൽ നിറയെ സുധ PK എന്ന് വരുന്നുണ്ട്. അതിൽ സുധ PK UN വരും ഫസ്റ്റ്. UN5 ആ നമ്പറിൽ അതൊന്ന് അടിച്ചാൽ വരും. എൻ്റെ യൂട്യൂബിൽ വരുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എനിക്കെല്ലാം നിങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കുന്ന മാതിരി ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ.